ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ലീഫ് പ്ലാന്റ് ആണ്. അതിനായിട്ട് നമ്മൾ 2 ഗ്രീൻ കളർ പേപ്പറും കത്രയും പിന്നെ നമുക്ക് പശയും ഒക്കെ എടുത്തിട്ടുണ്ട്. പേപ്പറൊക്കെ വേണം ഗൈസ്. ആദ്യം നമ്മൾ ഞാൻ ആദ്യം സാധാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. സാധാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ നമുക്ക് മടക്കാം. നല്ല കുറച്ച് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിക്കും നമ്മൾ സ്കെച്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷേപ്പ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടി മാർക്ക് ചെയ്യണേ. നമ്മളിതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഗൈസ്. നമുക്കൊന്ന് വെട്ടിക്കാം. ഗൈസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല വൃത്തിയിലിട്ട് ഇങ്ങനെയല്ല എടുപ്പിക്കേണ്ടത്, ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കളർ പേപ്പറിൽ വെട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് ഈ ഒരു പേപ്പർ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട മതി അതേപോലെ നോക്കാം. നല്ല വൃത്തിക്ക് വേണം. നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കാം. ഒന്നും കൂടി മടക്കട്ടെ ഗൈസ്. നമ്മൾ ഇങ്ങനെയുള്ള മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടിയിട്ട് ഈ ഷേപ്പ് ഒന്ന് രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അതിൻ്റെ നമ്മൾ വരച്ച വരൻ്റെ മുകളിൽ കൂടെ നല്ല വൃത്തിക്കൊന്ന് വെച്ചിട്ടുണ്ടേ. ഈ നമ്മൾ വെട്ടുമ്പോൾ ഈ വര കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടാക്കി മടിക്കാണ്ട് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഉണ്ടോ, ഇതിങ്ങനെ എന്താ പിടിക്കേണ്ടത്? ഹാർട്ട് ഷേപ്പ് അല്ല കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു ലീഫാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതുപോലെ 2-3 വെട്ടിക്കാം. നമ്മൾ നേരത്തെ ശരി ഈ ഒരു ഇതുപോലെ തന്നെ നമുക്ക് 2-3 വെട്ടിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇതൊക്കെ നല്ല വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ 3. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ 8 ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന്മേൽ കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഡാർക്ക് ആകാൻ വേണ്ടി പെയിൻറ്റിംഗ് ബ്രഷ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി പെയിൻറ്റിംഗ് ബ്രഷാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡാർക്ക് ആക്കി ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മൾ ഡാർക്ക് ആക്കി അടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഡാർക്ക് ആക്കി അടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം വെട്ടിയെടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ പെയിൻറ്റ് അടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. കൈക്ക് ഇതാണ് നല്ല കാണിച്ചു തരാം ഗൈസ്. നല്ല ഡാർക്ക് ഗ്രീൻ. ഈ ഗ്രീനാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തത്. നല്ല ഡാർക്കാണ് കേട്ടോ ഗൈസ്. ഇത് നല്ല ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഇത് ഡാർക്ക് ഇട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ആദ്യം നമ്മളിതൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം ഇതുപോലെ ചെയ്തെടുക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ഇതൊന്ന് ചെയ്തെടുത്ത് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം ഗൈസ്. ഒരു ഭാഗം അടിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മൾ വെട്ടിയിട്ട് ഈ ലീവ്സ് ഒക്കെ നമുക്ക് കളർ ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. നമുക്ക് മൊത്തം പെയിന്റ് അടിച്ചെടുക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ഇതൊക്കെ ഡാർക്ക് കളറാക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു ബ്ലാക്കും പിന്നെ യെല്ലോയും ഗ്രീനും ഒക്കെ ഒന്നുകൂടെ നല്ല അടിപൊളിയാക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ലൈറ്റ് പച്ച വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ലൈറ്റ് പച്ചാക്കി കൊടുക്കണ്ടേ. ഇപ്പുറത്തെ ഭാഗത്ത് കൊടുക്കണം ഗൈസ്. നമ്മൾ 2 ഭാഗത്ത് നിന്ന് ഗ്രീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മുളകൊക്കെ നല്ല ഗ്രീൻ ആക്കി കൊടുക്കണം. ഗൈസ് നമ്മൾ ഗ്രീനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് യെല്ലോ എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ബ്ലാക്ക് ആണ് കൊടുക്കേണ്ടത്. യെല്ലോ അല്ല ബ്ലാക്ക്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ബ്ലാക്ക് ഒക്കെ എടുത്തിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് കൊടുക്കേണ്ടത് ഗൈസ്. നന്നായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നത് 2 ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രേ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ബ്ലാക്ക് കൊടുത്തേ. ഗൈസ് നമ്മളിങ്ങനെ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ എടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ യെല്ലോയും കൊടുക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ കുറച്ച് നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ബ്ലാക്ക് വരച്ചതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ മൊത്തം കൊടുക്കുന്നുണ്ട്.
ഗൈസ് നമ്മൾ ഇതായി പിങ്കില്ല നമ്മൾ യെല്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഗൈസ്. ബ്രഷ് വെള്ളത്തിൽ ഒരു കുത്തിയിട്ട് പരത്തി കൊടുക്കണം ഗൈസ്. നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പരത്തി കൊടുക്കും കേട്ടോ. ഒന്നൊരു വെള്ളത്തിൽ മുക്കുന്നുണ്ട് ഗൈസ്. നമ്മളൊന്നുകൂടി വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. നല്ലോണം നമ്മളിങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഇലയും നമ്മൾ ഇപ്പോൾ ചെയ്തെടുക്കാം ഗൈസ്. ഗൈസ് നമ്മൾ അടുത്ത ഇലയും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ എടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീനൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് യെല്ലോ അല്ല ബ്ലാക്ക് അടിച്ചെടുക്കാം കേട്ടോ. ബ്ലാക്ക് തീരെ എടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണ്ടേ. നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിൽ മുക്കട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതിയേ. വീണ്ടും വെള്ളത്തിൽ കുത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളും അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ പെയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്, നല്ല ഉണങ്ങി കിട്ടിയിട്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ ഫെവിക്കോൾ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഫെവിക്കോൾ വയ്ക്കാം കേട്ടോ. നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി തരാം. നമ്മൾ നല്ലോണം ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതോടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അതേപോലെ തന്നെ വേറെ ഒരെണ്ണം കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പശ തേച്ചിട്ട് ഫെവിക്കോൾ ആണ് നമ്മൾ തേക്കുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഫെവിക്കോൾ എന്തിനാണ് തേക്കുന്നത് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ കേട്ടോ. നല്ലോണം ഒഴിച്ചാട്ടോ. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി കേട്ടോ. നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലെൻഡ് ആക്കുന്നത്. പശ തേക്കുന്നത് ഫെവിക്കോൾ ആണ്. പെയിന്റ് ഉണങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ തേച്ചത്. അപ്പോൾ നമ്മൾ തേച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി കേട്ടോ. നമുക്ക് എല്ലാം തേച്ചിട്ടോ. എല്ലാം തേച്ചിട്ട് നമ്മൾ ഇതിനെല്ലാത്തിനും പശ തേച്ച് എടുത്തിട്ടോ. നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം കേട്ടോ. ഇതെല്ലാം ഒട്ടിച്ചിട്ട് നേരെ തന്നെ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇതുപോലത്തെ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പി ഉണ്ടാവും. കമ്പി നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്കൊന്ന് മാറ്റി കേട്ടോ. കമ്പി മുറിച്ചായിട്ട് നമ്മൾ കത്രിക എടുത്തിട്ടോ. ഞാൻ മുറിച്ചാൽ അപ്പോൾ നമ്മൾ അതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ലീഫ് എടുക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചതാണ് കേട്ടോ. യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ട് പെയിന്റ് അടിച്ചതാണ്. നമുക്ക് അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഇതിങ്ങനെ നോക്കിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് പെയിന്റ് അടിച്ചത് പശ തേക്കുന്നത്. നമുക്കൊന്ന് ഒട്ടിച്ചു കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കട്ടോ. ഇനി ഇതൊന്ന് മാറ്റിക്കേ. അതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. കേട്ടോ ഇതുപോലെ എല്ലാം നമുക്ക് ഒട്ടിച്ചേക്കാം. നമ്മൾ ഇതൊക്കെ എങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമിൻ്റെ കപ്പ് ഉണ്ട്. നമ്മളൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ നമ്മളൊരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഒതുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നമ്മളിത് മാസ്കിംഗ് ടാപ്പ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രീൻ ടാപ്പ് ഇത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എല്ലാത്തിനും വേണ്ടി ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഗൈസ് ഇതാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഐസ്ക്രീം പാത്രത്തിന്മേൽ നമ്മൾ കളർ A4 ഒട്ടിച്ചെടുത്തില്ലേനു. അപ്പോൾ നമുക്ക് ഈ തൈല് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്ത് നമുക്ക് ഇതൊക്കെ നല്ല ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും സ്പോഞ്ച് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിവിടെ തെർമാക്കോളാണ് കേട്ടോ വെക്കണത്. കുപ്പീൻ്റെ ഉള്ളിൽ തെർമാക്കോൾ വെച്ചിട്ട് നമ്മൾ പെയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒരു ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ എല്ലാ ലീഫും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെങ്ങനെ ഓട്ട ഇടുന്ന വെച്ചാൽ നമ്മളൊരു ഫില്ലർ എടുത്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓട്ട ഇടണം കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ഓട്ട ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ എല്ലായിടത്തൊക്കെ ഓട്ട ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അത് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മൊത്തം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമ്മളൊരു കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയും. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.